സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾക്ക് നാളെയാണ് തുടക്കമെങ്കിലും ഓട്ടുപുര ഇന്നേ സജീവമായി. ആദ്യ ദിനം 1000-ഓളം പേർ പഴയിടം രുചി നുകർന്നു. ഐറ്റംസ് എണ്ണത്തിൽ കുറവെങ്കിലും രുചിയുടെ പെരുമ ഒട്ടും കുറയ്ക്കാതെ കലോത്സവത്തിന്റെ ഇലയിൽ പഴയിടത്തിന്റെ സദ്യ വിളമ്പി തുടങ്ങി. ആദ്യ പന്തിയിൽ ഉണ്ണാനിരുന്നത് കാസർഗോഡ് നിന്നെത്തിയ കലാപ്രതിഭകൾ. പലരും നേരത്തെ പഴയിടം രുചി അറിഞ്ഞവർ തന്നെ. വേറെ ചിലർക്ക് ഇത് പുതിയ അനുഭവവും. നല്ലതുണ്ട്, അത്യാവശ്യം നല്ല കഴിക്കാൻ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ അച്ചാറും ചോറും രസം എന്തൊക്കെയുണ്ട്, കഴിക്കാം. നല്ല അതെ, നല്ല സദ്യ തന്നെ. കേട്ടിട്ടുണ്ടായിരുന്നു, നല്ലതുണ്ട്, രുചിച്ച് നോക്കണമെന്നുണ്ടായിനി, അതിനുള്ള അവസരം കിട്ടി. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ PC വിഷ്ണുനാഥ് MLA ഇന്നേ കോൺഫിഡന്റ് ആണ്. ഭക്ഷണ കാര്യത്തിൽ ആർക്കും ഒരു പേടിയും വേണ്ടെന്ന് MLAയുടെ ഉറപ്പ്. ഏതാണ്ട് KPSTയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റി ഇപ്പം ഒരു സമയത്ത് 2400 പേർക്ക് വരെ ഒരു സമയം ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ബുദ്ധിമുട്ടില്ലാതെ പാർട്ടിസിപ്പൻസിനും അതുപോലെ അവരെ അനുഗമിക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും സുരക്ഷ ഒരുക്കുന്നവർക്കും ഒഫീഷ്യൽസിനും എല്ലാം നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആദ്യ പന്തിയിൽ 1000 പേർക്കാണ് ഭക്ഷണം ഒരുക്കിയത്. സംഘാടകരും ആദ്യ ദിവസം എത്തിയ കുട്ടികളും സദ്യ കഴിച്ചു. ഏകദേശം നമ്മൾ ഇന്ന് ഒരു തുടക്കമെന്ന നിലയിൽ ട്രയൽ പോലെ 1000 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 12ഓളം കൗണ്ടറുകളുണ്ട്. ഒരു കൗണ്ടറിൽ 150ഓളം വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സംതൃപ്തിയോടെ ഉണ്ണുന്നത് നോക്കി പഴയിടം മോഹനൻ നമ്പൂതിരിയും ഇലയിട്ട് പക്ഷഭേദമില്ലാത്ത പന്തിയുടെ ഭാഗമായി. പഴയിടത്തിന്റെ രുചിപ്പന്തലിൽ ആദ്യ പന്തിയിൽ അതിഥികളായി എത്തിയത് കാസർഗോഡ് നിന്നുള്ള കലാപ്രതിഭകളാണ്. നാളെ മുതൽ അങ്ങോട്ട് വിശ്രമമില്ലാതെ ഓടാൻ പോവുകയാണ് ഈ കലവറ. ക്യാമറ പേഴ്സൺ ദീപക് ജേക്കബിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.